യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബം, അടിസ്ഥാനം കുടുംബം. കുടുംബത്തിലെ സാഹചര്യങ്ങൾ, കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെ വളരുന്നു, ഒരു വ്യക്തി എങ്ങനെ രൂപപ്പെടുന്നു, അതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആദ്യം ചിന്ത വരുന്നത് തിരുക്കുടുംബമാണ്, അല്ലേ? അല്ലേ? തിരുക്കുടുംബം. മാതാവും ഔസേപ്പിതാവും ഉണ്ണീശോയും. മാതാവും ഔസേപ്പിതാവും ഉണ്ണീശോയും തിരുക്കുടുംബം. ഔസേപ്പിതാവിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു വചനം പറയുന്നുണ്ട്, ഔസേപ്പ് നീതിമാനായിരുന്നു. ഔസേപ്പ് നീതിമാനായിരുന്നു. പരിശുദ്ധ മറിയം ദൈവ കൃപ നിറഞ്ഞവളായിരുന്നു. അപ്പൊ തിരുക്കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ, ഔസേപ്പിതാവ് നീതിമാനായിരുന്നു, പരിശുദ്ധ മറിയം ദൈവ കൃപ നിറഞ്ഞവളായിരുന്നു. അപ്പൊ ദൈവ കൃപ നിറഞ്ഞ മറിയവും നീതിമാനായ ഔസേപ്പിതാവും പിന്നെ ദൈവപുത്രനായ യേശു ആ കുടുംബത്തിൽ, തിരുക്കുടുംബം. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകൾ, കുടുംബത്തിൻ്റെ നാഥൻ എപ്പോഴും നീതിമാനായിരിക്കണം. കുടുംബനാഥൻ നീതിമാനായിരിക്കണം. സത്യത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായിരിക്കണം. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കുടുംബത്തിൻ്റെ നാഥൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തിയായിരിക്കണം. നീതിപൂർവമല്ലാത്ത വഴികളിലൂടെ, പ്രവൃത്തികളിലൂടെ ഒരു കുടുംബനാഥൻ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കുടുംബത്തിലെ തകർച്ചകൾ ആരംഭിക്കുകയായി. അല്ലെ, കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ മറിയം. അല്ലെ, ഒരു കുടുംബത്തിലെ നാഥ, അല്ലെ കുടുംബത്തിലെ അമ്മ കൃപ നിറഞ്ഞവളായിരിക്കണം. കൃപ നിറഞ്ഞവളായിരിക്കണം. ദൈവ കൃപ നിറഞ്ഞ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ഒരമ്മ ഒരു വീട്ടിലുണ്ടെങ്കിൽ എത്ര നല്ലതാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ അമ്മച്ചിക്ക് 82 വയസ്സ് പ്രായമുണ്ട്. നല്ലൊരമ്മച്ചി. ഈ അമ്മച്ചി നമ്മുടെ ടീമിലുള്ള മാർട്ടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആ ചേച്ചിയുടെ അമ്മയാണ്. അമ്മച്ചിക്ക് 82 വയസ്സെന്നാണ് പറഞ്ഞ എൻ്റെ ഓർമ്മ. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു അമ്മച്ചിയാണ്. അപ്പം ഈ അമ്മച്ചി
എല്ലാ വ്യാഴാഴ്ചയും എൻ്റെ പ്രോഗ്രാം കാണും യേശു ആലുവരുവൻ, ചൊവ്വാഴ്ച രാവിലെ കാണും. അപ്പൊ ഈ അമ്മച്ചിയുടെ ഹൃദയത്തിൽ വലിയ ഒരു ആഗ്രഹമാണ് സാബു ബ്രദറിനെ ഒന്ന് കാണണം. ഈ അമ്മച്ചി വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങും. രാത്രിയൊക്കെ ഇരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, ശരിക്കും നല്ല കൃപ നിറഞ്ഞൊരു പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. ഈ അമ്മ ഈ ആഗ്രഹം മാർട്ടിനോട് പങ്കുവച്ചു. അപ്പം മാർട്ടിൻ എന്നെ വിളിച്ചു. അപ്പം ഞാൻ വീട്ടിലുണ്ട്, ഇന്നലെ ഒരു അമ്മച്ചിക്ക് ഒരാഗ്രഹമുണ്ട്. എങ്ങനെ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അമ്മച്ചിയായിട്ട് ഇവിടെ വരാൻ പറഞ്ഞു. വീട്ടിൽ വന്നു. നല്ലൊരു അമ്മച്ചി, മുഖമൊക്കെ എന്നാ വെട്ടവന്നിയോ, പ്രാർത്ഥിച്ച് നല്ല കൃപ നിറഞ്ഞ് അമ്മ വന്നു. അമ്മയ്ക്ക് വലിയ കാര്യം. എന്നെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ വീട്ടിൽ വർത്താനമൊക്കെ പറഞ്ഞു, ചായയൊക്കെ കുടിച്ചു. അമ്മച്ചി പ്രാർത്ഥിച്ചു, എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു പുകാറായപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അമ്മച്ചിയോട് കുനിഞ്ഞു നിന്നു. അമ്മച്ചി എൻ്റെ തലയ്ക്ക് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യയും മക്കളെ എല്ലാവരെയും അമ്മച്ചി തലയ്ക്ക് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. നല്ലൊരമ്മ. ഹല്ലേലൂയ. അങ്ങനെ ഒരു അമ്മച്ചിയെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. അത്രയ്ക്കും പ്രാർത്ഥിക്കുന്നൊരമ്മയാണ്. ഹല്ലേലൂയ. വചനമറിയാം, ഈശോയെക്കുറിച്ച് നന്നായിട്ട് പറയും, വചനമൊക്കെ നന്നായിട്ട് പറയുന്ന ഒരമ്മ. അപ്പൊ കൃപ നിറഞ്ഞ ഒരമ്മ വീട്ടിലുണ്ടെങ്കിൽ അത് എത്രയോ അനുഗ്രഹമാണ്. അത് നീതിമാനായ അപ്പനും കൃപ നിറഞ്ഞ അമ്മയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മക്കളുമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും വലിയ വിലയുണ്ട്. മാതാപിതാക്കന്മാർ ഏറ്റെടുക്കുന്ന സഹനങ്ങള്, വേദനകള്, പ്രയാസങ്ങള് അതൊത്തിരി ഒത്തിരി വലുതാണ്. വിവാഹമെന്ന കുദാശയിലൂടെ ഒരു യുവാവിനെയും യുവതിയെയും ദൈവം ഒന്നിച്ചു ചേർക്കുക. എന്തിനു വേണ്ടിയാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, സ്നേഹിക്കാൻ വേണ്ടി. സ്നേഹിക്കാൻ വേണ്ടി 2 വ്യക്തികളെ ദൈവം ഒന്നിച്ചു ചേർക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-6 വചനങ്ങൾ. സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ഭാര്യയോട് ചേർന്നിരിക്കുന്നതിനൊരു കുഴപ്പമില്ല, അതൊരു കുഴപ്പമല്ല. വചനം പറയാണ്, പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട്, ഉണ്ടോ, മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? മാതാപിതാക്കന്മാരെ വിടുകയാണ്. അവൾ വിവാഹമെന്ന കുദാശയിലൂടെ ഒരു പുരുഷനും സ്ത്രീയും ഒറ്റ ശരീരമായിട്ട് മാറുക. അടുത്ത വചനം പറയുന്നു, പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഹല്ലേലൂയ. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് സ്ത്രീയോട് ചേർന്നിരിക്കും. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. അവര് ഒറ്റ ശരീരമാകും. അവര് പിന്നീട് മറ്റൊരു കുടുംബമായിട്ട് മാറി, മറ്റൊരു കുടുംബം അവിടെ ദൈവം രൂപപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ തകർച്ച എന്താണെന്നറിയാമോ? മക്കളുടെ എണ്ണത്തിന്റെ കുറവാണ്. ഇന്ന് ചുറ്റടി ഏകദിന ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു അപ്പച്ചൻ, ഒരു റിട്ടയർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വലിയ സങ്കടത്തിൽ എന്ന് പറയാം, ബ്രദറെ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മോനെന്ത് പറ്റി? അവൻ 1 മാസമായിട്ട് മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റില്ല. നന്നായിട്ട് പഠിക്കുന്ന മോനാണ്. മൂത്ത മോള അവളെ കെട്ടിച്ചു വിട്ടു, നന്നായിട്ട് പഠിക്കും. അവനവിടെ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. കഞ്ചാവിനും ഡ്രഗ്സിനും ലഹരിക്കുമൊക്കെ അടിമയായി 1 മാസക്കാലമായിട്ട് അവൻ മാനസിക രോഗാശുപത്രിയിൽ കിടന്ന് ട്രീറ്റ്മെൻറ്റിലായിപ്പോൾ ഒരപ്പനെന്ന് കണ്ണുനീരോടെ എന്നോട് പറഞ്ഞ അനുഭവം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ആൺകുട്ടികള് ഇതുപോലെ മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിട്ട് തീരുകയാണ്. ഒരപ്പൻ്റെ വേദന, 1 മാസമായിട്ട് മകൻ ആശുപത്രി കിടക്കുക, മയക്കുമരുന്നിന് അടിമത്വം വന്ന് മാനസികാവസ്ഥ, മനോദല തെറ്റിയ അവസ്ഥയിൽ ഒരു മകനെന്ന് പറയുമ്പോൾ ഒരു അപ്പൻ്റെ വേദന എന്താ? അപ്പൻ ഇതൊക്കെ പറഞ്ഞ് അപ്പനോടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്ത് അമ്മ നിൽപ്പുണ്ട്. പാവം അമ്മ എന്ത് ചെയ്യാനൊക്കും? ഒരേ ഒരു ആൺതരി മോളെ കെട്ടിച്ചു വിട്ടു. അവനാണ് ഈ കുടുംബത്തിൻ്റെ അടുത്ത തലമുറ ഉണ്ടാക്കേണ്ടത്. കുടുംബത്തിന് അനുഗ്രഹമായി തീരേണ്ട ചെറുപ്പക്കാരൻ ഇന്ന് ചികിത്സയില്ല. നമ്മൾ തിരിച്ചറിയണം, കുടുംബങ്ങൾ ഇന്ന് തകരുന്നതിന് പിന്നിൽ
ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറിയിരിക്കുക. ഹല്ലേലൂയ. മദ്യവും ലഹരിയും അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക, കുടുംബ ബന്ധങ്ങളെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ മദ്യത്തിന് സുലഭതയാണ്. എവിടെ തിരിഞ്ഞാലും മദ്യം കിട്ടും. മദ്യഷാപ്പുകളുണ്ട്, ഇനി സ്വന്തമായിട്ട് ചാരായം മാറ്റുന്നവരുണ്ട്. അങ്ങനെയൊക്കെ മദ്യത്തിൻ്റെ ജീവിതം നശിപ്പിക്കുന്ന എത്രയോ പേര് ഈ സമൂഹത്തിൽ മദ്യപിക്കുന്ന സഹോദരങ്ങൾ, ദയവായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് മദ്യപാനം നിർത്തണം. മദ്യപിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന ആ വലിയ പ്രയാസം നമ്മൾ തിരിച്ചറിയണം, അവരുടെ വേദന നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഓർക്കണം, ഒരിക്കൽ നമ്മുടെ കൺവെൻഷൻ എടത്തുവായിൽ നടക്കുക. ആ കൺവെൻഷൻ്റെ ഒരു ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് ആളുകൾക്കൊക്കെ പ്രാർത്ഥിച്ചു, ആളുകളൊക്കെ പോയി. വലിയ പന്തലിൻ്റെ ഏറ്റവും പുറകിൽ ഒരു അമ്മയും ഒരു കുഞ്ഞുമൊക്കെ ഇരിക്കുന്നതിനൊക്കെ കാണും. 2 പെൺകുട്ടികൾ എൻ്റെ അടുക്കലേക്ക് വന്നു. ആ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ എന്താ? ഒരു മോള് പറഞ്ഞു, എനിക്ക് കണക്കൊക്കെ പഠിക്കാൻ വലിയ പ്രയാസമൊന്നും പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, മോള് 7 ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഒരു 9 വയസ്സോടായുള്ളൂ. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കൂടെയുള്ള മറ്റേ കുട്ടി, ഞാൻ ചോദിച്ചു, മോള് 7 ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. മോക്ക് എന്നാ വിഷയം പഠിക്കാൻ പ്രയാസം? കരയുക. കുഞ്ഞിൻ്റെ കണ്ണിലൂടെ കണ്ണിലൂടെ കരയുക. ഞാൻ ചോദിച്ചു, മോളെന്തിനാ കരയുന്നത്? ഞാൻ കുഞ്ഞു പറയുക, പപ്പ എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്നിട്ട് മമ്മിയെ തല്ലും, വീട്ടിലെന്നും വഴക്കാം. സത്യം പറയാം, ഇത് സങ്കടം തോന്നി. ഞാൻ ചേർത്ത് നിർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ മമ്മി വന്നിട്ടുണ്ടോ? ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. കൺവെൻഷൻ പന്തലിൻ്റെ പുറകിൽ ആയിരിക്കുന്ന മമ്മിയാണ്. ആ അമ്മയുടെ മടിയിലൊരു ആൺകുട്ടി ഇരിപ്പുണ്ട്, 2 വയസ്സ് കാണും. അത് എൻ്റെ ആങ്ങളെ, 2 വയസ്സേ ഉള്ളൂ. ഞാൻ പപ്പാ ധ്യാനത്തിൽ വന്നു. പപ്പാ ധ്യാനത്തിനും കൺവെൻഷനൊന്നും പോകില്ല, ഞായറാഴ്ച പള്ളിയിൽ നിന്ന് പോകില്ല. കുടിയാ. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങളാണ് സങ്കടപ്പെടുന്നത്. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു വിട്ടു. ഇവിടെ ഇരിക്കുന്ന മദ്യപിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർക്കുകയാണ്, അവരുടെ ജീവിതത്തെ തകർത്തുകളയാ. ഒരു കാരണവശാലും മദ്യത്തിലേക്ക് പോകാൻ പാടില്ല. കുടുംബങ്ങൾ തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മദ്യപാനം. അതുകൊണ്ട് മദ്യപാനം നമുക്ക് വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് മദ്യപിക്കുന്നവർ ദയവായിട്ട് മദ്യപാനം നിർത്തുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എനിക്കതേ പറയാനുള്ളൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് മദ്യപാനം അവസാനിപ്പിക്കുക. കുടുംബം തകരുന്ന ഒരു കാരണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? സംശയരോഗം. ചില ചേട്ടന്മാർക്ക് ഭാര്യമാരെ സംശയം, ചില ഭാര്യമാർക്ക് ഭർത്താവിനെ സംശയം, സംശയത്തോട് സംശയം. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാര് പരസ്പരം സംശയിച്ച് വഴക്കൊക്കെ അയക്കുമ്പോൾ വേദനിക്കുന്നത് മക്കളാ. ആ കുഞ്ഞുങ്ങളുടെ ഹൃദയം മുറിയുന്നത് അത് മാതാപിതാക്കന്മാർ തിരിച്ചറിയണം. ഒരിക്കലും ഭർത്താക്കന്മാർ ഭാര്യയെ സംശയിക്കാൻ പാടില്ല, ഭാര്യമാര് ഭർത്താവിനെ സംശയിക്കാനായിട്ട് പാടില്ല. കുടുംബജീവിതത്തിൽ സംശയം ഉടലെടുത്താൽ കുടുംബജീവിതം തകർച്ചയുടെ ആരംഭമാകുകയാണ്. പരസ്പര വിശ്വാസത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയണം. ഒരിക്കലും ജീവിത പങ്കാളിയെ സംശയിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംശയ മനസ്സുണ്ടെങ്കിൽ ആ സംശയ മനസ്സിൽ നിന്ന് കളയുക. ഒരിക്കലും സംശയിക്കാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. ദൈവമാണ് വിവാഹമെന്ന കുദാശയിലൂടെ നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നിങ്ങളെ കൂട്ടിച്ചേർത്ത ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചുവെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം അന്ത്യത്തോളം കൊണ്ടുപോകുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു കാര്യങ്ങളിലേക്കും ഭാര്യാഭർത്താക്കന്മാര് ഇറങ്ങിത്തിരിക്കരുത്. ക്ഷമിക്കുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ, പൊറുക്കുവാൻ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം കഴിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയാ. ഞാൻ ആദ്യം പറഞ്ഞു വന്നതുപോലെ കുടുംബത്തിന്റെ നാഥൻ നീതിമാൻ. ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നു, മാതാവ് കൃപ നിറഞ്ഞവളായിരുന്നു. അവളൊരു കുടുംബത്തിന്റെ നാഥൻ നീതിമാനായിരിക്കണം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം, കുടുംബത്തെ നേർവഴിക്ക് നയിക്കാനായിട്ട് കെൽപ്പുള്ള വ്യക്തിയായിരിക്കണം. ഒരു കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുമ്പോൾ കുടുംബത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുടുംബം നല്ലതായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ കുടുംബത്തിന്റെ നാഥന കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടത്. കുടുംബനാഥന് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു കുടുംബത്തെ, ഭാര്യയെ അല്ല കുഞ്ഞുങ്ങളെ ഒക്കെ ഒരു നല്ല ഒന്നിച്ചു സ്നേഹത്തിൽ കൊണ്ടുപോകാനായിട്ടൊരു കുടുംബനാഥന് ഉള്ളൊരു ദൗത്യം വലിയ ദൗത്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ വായിക്കുന്നു 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 41 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. സംഭവം ഇതാണ്:
യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിലേക്ക് പോയിരുന്നു ഉണ്ടോ. ആണ്ടുതോറും പെസഹാ തിരുനാളിന് മാതാവും ഔസേപ്പിതാവും ജെറുസലേമിലേക്ക് പോകുമായിരുന്നു. ഇത്തവണ തിരുനാളിന് പോയപ്പോൾ അവര് ബാലനായ യേശുവിനെ കൂടെ കൊണ്ടുപോയി ഉണ്ടോ. മകനെയും കൊണ്ടുപോകുക തിരുനാളിന്. അത് നമുക്ക് ലഭിച്ച പാരമ്പര്യ വിശ്വാസങ്ങൾ, സഭയുടെ വിശ്വാസങ്ങൾ, ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഈ വിശ്വാസം മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെയാണ് നമ്മുടെ വിശ്വാസം മുൻപോട്ട് പോകുന്നത്. നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ മക്കളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഹല്ലേലൂയാ. ഇത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. മക്കളെ വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളത്, വചനത്തിൽ വളർത്തുക എന്നുള്ളത്. നമുക്ക് ലഭിച്ചതായ കത്തോലിക്ക വിശ്വാസം, നമ്മുടെ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് അംഗീകരിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകണം. സഭയുടെ പാരമ്പര്യങ്ങളെ നിഷേധിക്കുന്ന ചില വ്യക്തികളുണ്ട്, സഭയെ നിഷേധിക്കുന്ന വ്യക്തികളുണ്ട്, സഭയെ കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊരിക്കലും പാടില്ല. നമ്മൾ സഭയുടെ പാരമ്പര്യ വിശ്വാസങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകണം. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെ പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇവിടെ മാതാവും ഔസേപ്പിതാവും ജെറുസലേം ദേവാലയത്തിൽ പോകിയ ബാലനായ യേശു കൂടെയുണ്ട്. അവർ യാത്രാ സംഘങ്ങളായിട്ടാണ് പോകുന്നത്. അയൽവാസികളൊക്കെ കാണും യാത്രാ സംഘം, കുറേ ദൂരമുണ്ട്, യാത്രാ സംഘങ്ങളായിട്ട് അവർ പോകുക. അങ്ങനെ പോയി അവിടെ തിരുനാളാഘോഷം ഒക്കെ കഴിഞ്ഞു, ബലിയർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരിക. തിരിച്ച് ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് യേശു അവരുടെ കൂടെയില്ല. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോൾ മനസ്സിലായി യേശു കൂടെയില്ല. ഓരോരുത്തരും ചിന്തിച്ചു, നമ്മളൊക്കെ വഴി എന്തേരം പിന്നിട്ടു അല്ലേ? വർഷങ്ങൾ പിന്നിട്ടില്ലേ ജീവിതത്തിൽ? യേശു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ? നമ്മുടെ കൂടെ ഉണ്ടോ? ഒരു ദിവസത്തെ വഴി പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് മാതാവിനും ഔസേപ്പിതാവിനും മനസ്സിലായത് യേശു കൂടെയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെ നഷ്ടപ്പെട്ടു പോയ എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയില്ലാതെ, അവനെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കാനായിട്ടൊക്കെ നമ്മൾ ഓടിയില്ലേ? യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ സുഖങ്ങളും ജഡത്തിൻ്റെ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് നമ്മൾ പോയില്ലേ? ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകൻ, വിൽസൺ എന്നാണ് പേര്. ഇന്ന് അദ്ദേഹം ശുശ്രൂഷ രംഗത്തുണ്ട്, കൗൺസിലിങ്ങും മറ്റു ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. വിൽസൺ അന്ന് വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ഒരു 20 വർഷമായിട്ടുണ്ട്, ഞാനന്ന് പാലാ താബോർ ധ്യാനം നടക്കുമ്പോഴാണ് ഈ വിൽസൺ ധ്യാനിക്കാൻ വരുന്നത്. അന്നേതോ പ്രതിസന്ധിപ്പെട്ടിട്ടാണ് ധ്യാനിക്കാൻ. ധ്യാനാവസരത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി പണം പലിശക്ക് കൊടുക്കുക, ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുക, ഒന്ന്. പിന്നെ കൂടാതെ ഒരു ഷാപ്പ് നടത്തുന്നുണ്ട്, ജോലിക്കാരെ വെച്ച് ഷാപ്പ് നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് പരിപാടികൾ. മക്കൾ 2 ആൺമക്കളാണ്, മക്കളൊക്കെ ചെറിയ സ്കൂളിലാണ് പഠിക്കുന്നു, ഹൈസ്കൂളൊക്കെ ആയിട്ടുള്ളൂ. ഇതൊക്കെ എന്നോട് പറഞ്ഞു. അത് തകർച്ചകളൊക്കെ എന്നോട് പറഞ്ഞു, കുറേ പ്രശ്നങ്ങളുണ്ട്, കേസോ എന്നൊക്കെ. ഞാൻ എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. ആ ധ്യാനം ആ മകൻ്റെ ഹൃദയത്തെ തൊട്ടു. കർത്താവിൻ്റെ ശക്തമായ സ്പർശനമുണ്ടായി. ആ ധ്യാനത്തിലൂടെ ആ മകൻ മാനസാന്തരത്തിലേക്ക് വരിക. ഒറ്റ ധ്യാനം. അപ്പം ധ്യാനം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ തന്നെ കൗൺസിലിങ്ങിനൊക്കെ വന്നു. ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറയുകയാണ്, ബ്രദറെ, ഞാൻ ഈ കള്ളുഷാപ്പ് പരിപാടി അവസാനിപ്പിക്കുക. ഞാൻ ആർക്കൊക്കെ പലിശക്ക് കൊടുത്തോ അവരുടെയൊക്കെ എടുക്ക പോയിട്ട് ഇനി എനിക്ക് പലിശ വേണ്ട, മുതൽ തന്നാൽ മതി എന്ന് പറയാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആ മകൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ താബോറിൽ ധ്യാനത്തിൽ ചെല്ലുമ്പോൾ ഈ മകന് എന്നെ കാണാനായിട്ട് വന്നു. പറഞ്ഞു, ബ്രദറെ, ഞാൻ വീടുകൾ കയറി പലിശ കൊടുത്ത കടയിലും ഒക്കെ കയറി, ഇനി എനിക്ക് പലിശ വേണ്ട, മുതൽ തന്നാൽ മതി. പലിശ അവസാനിപ്പിച്ചു. കള്ളുഷാപ്പ് പദ്ധതിയും എല്ലാം പരിപാടിയെല്ലാം വിട്ടു. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. അങ്ങനെ ഏതെങ്കിലും ധ്യാനം കൂടി അതിനൊക്കെ വീട്ടിൽ ഒരു ചെറിയ കൂട്ടായ്മയൊക്കെ ആയി. ആ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താബോർ ധ്യാനം ചെയ്യുമ്പോൾ അവിടെ വന്ന് ഒരു 10-15 മിനിറ്റ് ഈ വിൽസൺ സാക്ഷ്യം പറയായിരുന്നു. ഇതെല്ലാം വിളിച്ചു. ഇനി അതിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിന് സംഭവിച്ചതെന്നാണെന്നറിയാമോ?
മൂത്ത മകൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിൽ പോയി. വിൽസന്റെ മൂത്ത മകൻ ഇന്ന് വൈദികനാണ്. കൈയടിച്ച കർത്താവിനെ ബന്ധപ്പെടുത്തി നോക്കൂ. ഒരു പിതാവ് വചനം കേട്ട് പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു കുടുംബം നന്നാകണമെങ്കിൽ ഞാൻ പറയും, ആദ്യം നന്നാകേണ്ടത് കുടുംബത്തിന്റെ നാഥനാ. എല്ലാവരും പറയും അവള് നന്നാകണം, അവള് ശരിയായാലേ ശരിയാകത്തുള്ളൂ. ഞാൻ പറയുന്നു അവൻ നന്നാകണം, കുടുംബനാഥൻ നന്നാകണം. കുടുംബനാഥൻ നന്നായാലേ കുടുംബം ശരിയാവത്തുള്ളൂ. കുടുംബനാഥൻ നന്നായിട്ട് കുടുംബനാഥയെ നമുക്ക് നന്നാക്കാം. ആദ്യമേ നമുക്ക് നന്നാവാം. അതാണ് എൻ്റെ ശരിയായ വഴി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ഭാര്യയെ നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ആ പരിപാടി നിർത്തിയിട്ട് ആദ്യം ഭർത്താക്കന്മാരെ നന്നായി കഴിഞ്ഞാൽ ഭാര്യമാർക്ക് നന്നാകാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. മദ്യപാനം ഉപേക്ഷിക്കണം, ബ്ലേഡ് നിർത്തണം, മറ്റു തോന്നിവാസമൊക്കെ അവസാനിപ്പിക്കണം. വൈകിട്ട് 7:30 മണിക്ക് വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പായിട്ട് കഴിഞ്ഞാൽ ഭാര്യ മക്കളെ വന്നിരിക്കണം. ഇങ്ങനെ വീട്ടിലെ അപ്പന്മാർക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അല്ലല്ലേ? അപ്പം കുടുംബം മാറി, സമം മൊത്തം മാറി. 7 മണിക്ക് കുടുംബ പ്രാർത്ഥന, അപ്പൻ റെഡി. അപ്പോളെ ഭാര്യ മക്കളൊക്കെ വന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പൻ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇതൊക്കെ നടക്കുന്ന കുടുംബങ്ങളിൽ പല കുടുംബങ്ങളും ഉണ്ടാവും, വളരെ കുറവാണെന്നേ ഉള്ളൂ. കൂടുതലും കാലും നീട്ടിയൊക്കെ ഇരുന്നല്ലേ ചടഞ്ഞ് അങ്ങോട്ടും ഇരുന്നിട്ട് കൊന്തയൊക്കെ ചില കൊന്ത തുടങ്ങി കഴിയുമ്പോഴേ അമ്മ ഇറങ്ങും, കൊന്ത ഇറങ്ങുമ്പോഴേ ഇളയ കൊച്ചിറങ്ങും, പിന്നെ കാക്കിരി വിക്കിരി ഭയങ്കര വേണം. ഇതല്ലേ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. ഇതായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാവത്തില്ല. മുട്ടയിൽ നിന്ന് ത്യാഗപൂർവം പ്രാർത്ഥിക്കണം. മാതാപിതാക്കന്മാരുടെ കാൽമുട്ടിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച തരമുണ്ടോ ആ മക്കൾ വഴി തെറ്റിപ്പോവത്തില്ല. ഞാനിപ്പോ ഒരു മകനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ മകന് മാനസാന്തരത്തിലേക്ക് വന്നു. ആ വ്യക്തിയുടെ മൂത്ത മകൻ ഇന്ന് വൈദികന. ആ മകൻ ഇന്ന് ഒരു ധ്യാന കേന്ദ്രത്തില് കൗൺസിലിങ്ങിന് ശുശ്രൂഷ നടത്തുന്നൊരു വ്യക്തിയാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുന്നൊരു മകനാണ്. കുറെ കാലം മുമ്പ് ഞാൻ ആ വ്യക്തിയെ കണ്ടിരുന്നു. വളരെ നാൾ കൂടിയാ പെട്ടെന്ന് ആ മകനെ ഞാൻ ഓർമ്മിക്കുന്നു. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കുടുംബത്തിന് മാറ്റമുണ്ടാവണം, കുടുംബനാഥന്മാർക്ക് മാറ്റമുണ്ടാവണം, ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാവണം. കുടുംബനാഥന്മാരെ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. പ്രാർത്ഥിക്കുന്ന അപ്പൻ, പ്രാർത്ഥിക്കുന്ന അമ്മ, പ്രാർത്ഥിക്കുന്ന മക്കൾ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. മോന്റെ പേരെന്താ? മെബിൻ. എന്താ പഠിക്കുന്നത്? ഞാൻ BA ആനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ. ആ, മോന്റെ വീട് എവിടെയാ? എൻ്റെ വീട് കരിമണ്ണൂരാ, തൊഴിൽക്കപ്പുറം. കരിമണ്ണൂരാണ് വീട്. യേശു സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? ഉണ്ട്. നിന്റെ നടുവ് ഡിസ്കൊക്കെ എന്ത് പറ്റുക? അത് നേരത്തെ സ്പോർട്സിന് പോയിക്കൊണ്ടിരുന്ന, അപ്പോൾ വടംവലി ബോക്സിങ്, അപ്പോൾ അന്നേരം നടുവിന് പറ്റിയത്. അപ്പോൾ ആശുപത്രി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നടുവിൻ്റെ ഒരു പീസായിട്ട് നമ്മുടെ വെർട്ടിബ്ര പോകണം. അപ്പോൾ അതിൻ്റെ ഓർമ്മ തിരിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഡിസ്കല്ല, അതിൻ്റെ ഒരു പോർഷൻ തിരിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. വടം വലിച്ചപ്പോൾ സംഭവിച്ചാണോ? അങ്ങനെയാണെന്ന് പറഞ്ഞു. അത് വടംവലി എന്ന് പറയുന്ന കാലിങ്ങനെ ചവിട്ടി വലിക്കുമ്പോൾ സമയം ഇന്ന് ഡിസ്ക് നട്ടലിലെ ഭാഗം എന്തോ തിരിഞ്ഞു പോയിരിക്കുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നേരെയാക്കുമോ? നേരെയാക്കും. ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നത്. ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് വന്നത്. ഉണ്ടോ? ഈ ചെറുപ്പക്കാരൻ വലിയ വിശ്വാസത്തിലാണ് ഇവിടെ ഇന്ന് വചനം കേൾക്കാൻ വന്നത്. ഇവനെ കർത്താവ് സൗഖ്യമാക്കുമോ? വിശ്വാസം ഉണ്ടോ? ഉറപ്പല്ലേ? ഞാൻ നിൻ്റെ ഈ നട്ടലിൽ ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടും. അപ്പോൾ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, യേശു എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, എന്നോട് കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. നിങ്ങളൊക്കെ ഇവന് വേണ്ടി ഇത് കരമെടുത്ത് പിടിച്ച് സ്തുതിച്ചു, മോൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ അത്ഭുത ശക്തി അയക്കണമേ. കർത്താവിൻ്റെ അത്ഭുത ശക്തി നട്ടലിലൂടെ കടന്നു പോവട്ടെ. യോഹന്നാൻ 19:36 അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ദൈവശക്തി നട്ടലിലൂടെ കടന്നു പോവട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മകൻ അത്ഭുത രോഗശാന്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ. ഡിസ്കുകൾ യഥാസ്ഥാനത്താകുവാൻ കൽപ്പിക്കുന്നു. ഐ കമാൻഡ് ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. സൗഖ്യമാവട്ടെ. കുനിഞ്ഞോ മോനെ, കുനിഞ്ഞോ, കുനിഞ്ഞോ, നന്നായിട്ട് കുനിഞ്ഞോ. ഇത്രയും കാര്യമല്ലേ ഉള്ളൂ. ആമേൻ. പുറകോട്ട് വളഞ്ഞ്, ആ മുന്നോട്ട് വളഞ്ഞ്, തിരിച്ച് നട്ടൽ തിരിച്ച് തിരിയട്ടെ. കാല് വലിച്ചു കൊടുന്നേ, കാല് വലിച്ചു കൊടുന്നേ, ശക്തമാട്ടോ. ആഞ്ഞു തൊഴിച്ചേ, നടുവൊക്കെ ഇളകട്ടെ. തൊഴിക്കേ, തൊഴിക്കേ, ആഞ്ഞു തൊഴിച്ചേ. ഒന്ന് പൊങ്ങിച്ചടിക്കേ. ആ, ഒന്ന് ഓടിയിട്ട് വന്നേ, ഓടിക്കേ, ഓടിക്കേ, നല്ല സ്പീഡില്ല ഓടിക്കേ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.
തിരിച്ചു വാ, തിരിച്ചു ഓടി വാ. ഈ കയ്യടി പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. വണ്ടിയിലൊന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു, ഇരുന്നിട്ട് നടക്കാൻ പറ്റുമൊന്നുമില്ലായിരുന്നു. ഈ ബസ്സിലൊക്കെ ഇരുന്നിട്ട് ഈ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴത്തേനും ഈ അവിടെ പീസ് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ശരിക്കും അണങ്ങണ പോലെയൊക്കെ എനിക്കറിയായിരുന്നു. അതുപോലെ പെയിനായിരുന്നു. ഇന്ന് രാവിലെയും കൂടെ ഞാൻ കോളേജിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. കൊടുക്കരുന്നേ, നിനക്ക് കരച്ചിൽ വരുന്നു. എന്തൊരു സ്നേഹ, കർത്താവിൻ്റെ സ്നേഹം അല്ലേ. ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ മകൻ്റെ നട്ടെല്ലും ഡിസ്കും ഒക്കെ കർത്താവ് സൗഖ്യമാക്കിയത്. ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ നട്ടെല്ലെ സ്പർശിച്ചു, വചനം പറഞ്ഞതേ ഉള്ളൂ. ദൈവശക്തി കടന്നുപോയി. നീ മോൻ പോയി എക്സ്റേ എടുക്കുവോ, സ്കാൻ ചെയ്യുമോ, എന്ത് വേണം ചെയ്തോ, എല്ലാം ഓക്കെയാണ്. നീ വടം വലിക്കുവോ, എന്ത് വേണം ചെയ്തോ, ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് മോനെ തൊട്ട് കഴിഞ്ഞു. ഒന്നൊന്ന് കുഞ്ഞു തുറന്ന് കാണിച്ച് പുറകോട്ട് വളഞ്ഞ് ഒന്നുകൂടെ തിരിച്ച് നട്ടല്ലൊക്കെ ഒന്ന് കുത്തിയിരുന്ന് എണീറ്റേ, എണീറ്റേ, എണീറ്റേ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. ആരാ സൗഖ്യം നൽകിയത്? യേശു. ഉണ്ടോ? ഈ മോൻ വലിയ വിശ്വാസത്തോടെ എവിടെ നീ വലിയൊരു വിശ്വാസത്തിലൂടെ വരാനുള്ള കാരണം എന്താണെന്ന് പറയാമോ? എൻ്റെ അമ്മ പറഞ്ഞു വിട്ടതാ. എൻ്റെ ആൻറ്റിയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ പോയി കഴിഞ്ഞാൽ സൗഖ്യം ഉറപ്പാണ്. അപ്പോൾ വന്ന വഴിക്ക് അമ്മച്ചിയും പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ അവിടെ കൈ പൊക്കി പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടാ. അപ്പോൾ ആ വിശ്വാസം ഉണ്ടായിരുന്നു. വരുമ്പോൾ എന്തായാലും ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവിടെ ആദ്യം സാക്ഷ്യം പറഞ്ഞില്ലേ ഒരു ബ്രദർ, ആ ബ്രദർ പറഞ്ഞപ്പോൾ എനിക്ക് അതുപോലെ എന്ത് സൗഖ്യം തന്നെന്ന് എനിക്ക് അവിടെ ഇരുന്നപ്പോൾ തോന്നി. മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കണ്ടോ, അമ്മ പറഞ്ഞതനുസരിച്ച് വിശ്വാസത്തോടെയാണ്. അവിടെ നോക്കിയാൽ ഈ അമ്മയുടെ അപ്പൻ്റെ ഒക്കെ സ്വാധീനം മക്കളിൽ എത്ര വരെയെന്ന് നോക്കിയേ. മക്കള് യുവാവിൻ്റെ പ്രായമായാലും അപ്പനും അമ്മയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവരുടെ ഹൃദയത്തെ തൊടും. അപ്പം അമ്മ പറഞ്ഞു കൊടുത്ത് മോനെ നിനക്ക് സൗഖ്യം കിട്ടും. അവനത് വിശ്വസിച്ചിവിടെ വന്നു. യേശു അവനെ സൗഖ്യമാക്കി. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.